കൊച്ചി നഗരത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് കൊച്ചി മെട്രോ. 2017 ആരംഭിച്ച് കൊച്ചി നഗരത്തെയും മെട്രോപൊളിറ്റൻ മേഖലയും സേവിക്കുന്ന ദുരിതഗതാഗത സംവിധാനം. ഇന്നിത് കൊച്ചിയുടെ മാത്രമല്ല, കേരളത്തിൻ്റെയും വികസന ചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണ്. രാജഗിരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ മെട്രോ ഫീഡർ സർവീസ് രാജഗിരിക്കും ഇന്ന് സ്വന്തമാണ്. കൊച്ചി മെട്രോ ലിമിറ്റഡിൻ്റെ വലിയൊരു സംരംഭമാണ് മെട്രോ ഫീഡർ ബസ്സുകൾ. 2025 ജനുവരി 16 മുതൽ വിവിധ ഘട്ടങ്ങളിലായി ആരംഭിച്ച ബസ് സർവീസുകൾ ഇന്ന് വലിയ ജനകീയ പിന്തുണയാണ് നേടിയിരിക്കുന്നത്. ആലുവ നെടുമ്പാശ്ശേരി വിമാനത്താവളം, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഹൈക്കോടതി MG റോഡ് സർക്കുലർ, കടവന്ത്ര KP വെള്ളം റോഡ്, അങ്ങനെ വിവിധ റൂട്ടുകളിലായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മെട്രോ ഫീഡർ സർവീസുകൾ ഇനി മുതൽ രാജഗിരിയുടെയും ഭാഗമായി മാറുകയാണ്. രാജഗിരി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതൊരു വലിയ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ രോഗികളുടെയും ജീവനക്കാരുടെയും അഭ്യർത്ഥനയും ആവശ്യകതയും മാനിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ സംരംഭം നമുക്കായി ഒരുക്കി തന്ന KMRLൻ്റെ എല്ലാ ഭരണാധികാരികൾക്കും ആദ്യം തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹ്രസ്വമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEO-യുമായ ഫാദർ ജോൺസൺ വാഴപ്പള്ളി CMI, ഫീഡർ ബസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട KMRL മാനേജിംഗ് ഡയറക്ടർ ശ്രീ ലോക്നാഥ് ബെഹ്റ സാർ, നഴ്സിംഗ് ഡയറക്ടർ ശ്രീമതി ലീമ മാത്യൂസ്, മെഡിക്കൽ ഡയറക്ടർ ജിജി കുട്ടുകുളം, മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ സണ്ണി പിയൂരത്തേൽ, മറ്റ് അച്ഛന്മാരും ഡോക്ടേഴ്സ്, ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും ഈ ഹ്രസ്വമായ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ശ്രേഷ്ഠമായ ചടങ്ങിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി രാജഗിരി ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEO-യുമായ ഫാദർ ജോൺസൺ വാഴപ്പള്ളി CMIയെ സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. Good morning. Today's chief guest, Sri Loknath Behra, MD, Kochi Metro Rail Limited. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഒരു നല്ല ഇൻട്രൊഡക്ഷൻ ഓൾറെഡി MC ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു, വെൽക്കം പറഞ്ഞു കഴിഞ്ഞു. വളരെ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡുമായിട്ട് രാജഗിരി കൈകോർക്കുകയും ആലുവയിലുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്കും തിരിച്ചും മെട്രോയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബസ് സർവീസ് ആരംഭിക്കുകയാണ്. ഇത് വലിയ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് രാജഗിരിയുടെ വളരെ വളരെ നല്ല നിലയിലുള്ള ഒരു അഭ്യുദയകാംക്ഷി, വെൽവിഷർ ആയിട്ടുള്ള ശ്രീ ലോക്നാഥ് ബെഹ്റ സർ ആണ്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ആ ചരിത്രം നമ്മളിങ്ങ് നോക്കിയാൽ എവിടെയും ക്രിയേറ്റിവിറ്റി അതിൽ സാറിന് വെല്ലാൻ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്കറിയാമായിരിക്കും, CBIയിൽ നിരവധി വർഷം ജോലി ചെയ്തിട്ടുണ്ട്. NIAയുടെ എനിക്കൊന്ന് ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ കേരള പോലീസിൻ്റെ ഡയറക്ടർ ജനറൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരത്വം എത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് എപ്പോഴും കൂടുതലായിട്ട് പറയാനായിട്ട് തോന്നുന്ന ഒരു കാര്യം, പലതരത്തിൽ രാജഗിരി സ്ഥാപനങ്ങൾ സാറിനോട് കടപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ എൻജിനീയറിംഗ് കോളേജ് ആണെങ്കിലും, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആണെങ്കിലും, രാജഗിരി ഹോസ്പിറ്റലാണെങ്കിലും, എന്നും രാജഗിരി സ്ഥാപനങ്ങളുടെ നന്മ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി തന്നാൽ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും സാറ് നൽകാറുണ്ട്. അത് ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ്. ഈ ഒരു ധാരാളം മനസ്സിൻ്റെ മറ്റൊരു പ്രകടനമാണ് ഇന്ന് നമ്മളുടെ ഈ ബസ് സർവീസ് ഇവിടെ ആരംഭിക്കാനായിട്ട് ഇടവരുന്നത്. ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ഏതാണ്ട് 4200 സ്റ്റാഫ് അംഗങ്ങളുണ്ട്. ഏതാണ്ട് ഒരു ദിവസം ഇവിടെ ഒരു 2500ഓളം രോഗികൾ വരുന്നുണ്ട്. 2500 രോഗികൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ആവറേജ് ഒരു 3 പേര് വരുമെന്ന് കരുതണം. ഇവിടെ ഒരു 550-500 ഇതിനിടയിൽ ഇൻപേഷ്യൻസ് ഉണ്ട്. അവരുടെയും കൂടെ 2-3 ആളുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഏതാണ്ട് 10-10,000 ആളുകൾ കയറിയിറങ്ങുന്ന ഒരു സ്ഥാപനമാണ് രാജഗിരി ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു ബസ് സർവീസ് ആരംഭിക്കാനായിട്ട് കഴിയുന്നു.
അത് നമ്മളുടെ മെട്രോ റെയിലുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ളൊരു കാര്യമാണ്. സാറിൻ്റെ ഈ ധാരാളം മനസ്സിന് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിയോടെ ഞാനത് ഓർക്കുകയാണ്. ഈ സ്ഥാപനത്തിലേക്ക്, ഇതൊരു ഹോസ്പിറ്റലിലേക്ക് വെൽക്കം ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് സ്ഥാപനത്തിലേക്കല്ല, ഈ ഒരു ചടങ്ങിലേക്ക് സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഫാദർ. ഒരു മലയാളി അല്ലെങ്കിൽ കൂടി മലയാളികൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മലയാള നാടിനെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന മഹത് വ്യക്തി തൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഗംഭീരമായി നിറവേറ്റിക്കൊണ്ട് സാമൂഹിക സേവന രംഗത്ത് വിലമതിക്കാനാവാത്ത സംഭാവനകൾ ചെയ്ത് കേരള പോലീസിൻ്റെ മുൻ ഡയറക്ടർ ജനറലായും ദേശീയ അന്വേഷണ ബ്യൂറോയിലും നിർണായക സ്ഥാനങ്ങൾ വഹിച്ച് സമൂഹത്തിനെന്നും പ്രചോദനമായ മലയാളികളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ശ്രീ ലോക്നാഥ് ബെഹ്റ സാർ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് കൊച്ചി മെട്രോ ലിമിറ്റഡ്, ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ മഹത്തായ ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാറിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ചെറിയ യോഗ അധ്യക്ഷൻ റെവറൻഡ് ഫാദർ ജോൺസൺ, പിന്നെ മറ്റേ ഫാദേഴ്സ്മാരെ, റെവറൻഡ് ഫാദേഴ്സ്, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, CMI controlled or CMI മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കുറേ വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. They actually believe in excellence. Whether it is engineering, management or social science or something, or medical science. എല്ലാത്തിലും ഒരു എക്സലൻസ് വേണോ, ഇതാണ് അവരുടെ ആക്ച്വലി ഒരു യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, USP ആണ്. അപ്പോൾ കുറേ വർഷം മുമ്പ് എൻ്റെ ഓഫീസർ ശ്രീ ഗോകുൽ പിന്നെ ഫാദർ എന്നെ ഒരു സംസാരിക്കാൻ സമയത്ത് പറഞ്ഞു, ഇത് ഇവിടെ നിന്നൊരു ഫീഡർ സർവീസ് നടത്തിയാലേ നമ്മുടെ ഒരു പേഷ്യൻസ്, ബൈസ്റ്റാൻഡേഴ്സ് അവർക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ വരാൻ സാധിക്കും. ഞാൻ ഒരു മിനിറ്റിലെ അകത്തെ ആ ഡിസിഷൻ എടുത്തു അങ്ങനെ ഉണ്ടാകട്ടെ. അപ്പോൾ ഫാദറുടെ ഇപ്പോൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ട ശേഷം എനിക്ക് തോന്നി ഇവിടെ ഒരു ബസ് മതിയാവൂ, പിന്നെ വേറെ ഒരു ബസ് ചിലപ്പോൾ കൊടുക്കാൻ വേണ്ടി വരും. പക്ഷേ ഇന്നു മുതൽ തുടങ്ങട്ടെ. ഞങ്ങളിപ്പോൾ കുറച്ച് എക്സ്ട്രാ വണ്ടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ഇഫ് ഇറ്റ് ദിസ് പർട്ടിക്കുലർ തിങ് ഈസ് സക്സസ്ഫുൾ, we will add some more buses. So that is one thing. And ഈ ഫീഡർ സർവീസിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഈ ഫീഡർ സർവീസ് ഞങ്ങൾ തന്നെയാണ് റൺ ചെയ്യുന്നത്. KMRL തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ വേറെ ഏജൻസിക്ക് കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് വളരെ കൺട്രോൾഡ് ആണ്. അപ്പോൾ അതിൽ മെയിൻ്റനൻസ് മറ്റേ കാര്യങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് കാര്യമാണ്, പക്ഷേ ഞങ്ങൾ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഈ ബസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമോ, എനിക്കൊരു സംശയമൊന്നുമില്ല. തങ്ങളുടെ സ്റ്റാഫ്, പിന്നെ പേഷ്യൻസ്, ബൈസ്റ്റാൻഡ് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഞാൻ ആക്ച്വലി ഇത് അപ്രൂവൽ ചെയ്യാൻ സമയത്ത് ഒരു കാര്യം ഗോകുലൂടെ പറഞ്ഞു, നമ്മുടെ കോവിഡുള്ള സമയത്ത് പോലെ പ്രോട്ടോക്കോൾസ് എല്ലാം അനുസരിക്കണം. ഡ്രൈവർ, പിന്നെ സ്റ്റാഫ്, പിന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ. കാരണം ഞാൻ ഇതിൽ ഒരു നെഗറ്റീവ് രീതിയിൽ പറയുന്നില്ല, ഒരു പോസിറ്റീവ് രീതിയിലാണ് പറയുന്നത്. കാരണം നമുക്കൊരു കോസസ് ആയിട്ട്, കാരണം ഇതിൽ കുറേ രോഗികളും ഉണ്ടാക്കും. എന്താ അതിന് പരിശോധന മുമ്പായിട്ട് അവർ വരാൻ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ഉണ്ടെങ്കിൽ അതൊരു ചെറിയ പ്രോട്ടോക്കോൾ മെഡിക്കൽ സൂപ്രണ്ടൻറ്റൻറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഒട്ടിച്ചാൽ മതി. ഈ കാര്യങ്ങൾ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എനിക്കൊരു അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നു അതൊരു സയൻറ്റിഫിക് അഭിപ്രായം ആയതുകൊണ്ട് താങ്കൾ എല്ലാവരും അത് അനുസരിക്കും. അവ ഇൻക്ലൂഡിങ് ദ ഡ്രൈവർ ഹൂസ് ഹെൽത്ത് ഈസ് വെരി വെരി ക്രൂഷ്യൽ. അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ഈ സിസ്റ്റം വളരെ സക്സസ്ഫുൾ ആവും, എനിക്ക് ആക്ച്വലി ഒരു സംശയമൊന്നുമില്ല. പക്ഷേ അത് കുറച്ചൊക്കെ അറിഞ്ഞിട്ട് ഫാദർ എന്നെ വിളിച്ച് പറയും, ഇത് മതിയായിട്ടില്ല, 2-3 ഇനി വേണോ, അതോ സമയം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പക്ഷേ ലെറ്റ് us hope for the best way. Let it serve the people, serve the state. Thank you. നമസ്കാരം.
താങ്ക് യു സോ മച്ച് സർ. ദിസ് മീൻസ് എ ലോട്ട് ടു അസ്. നമ്മുടെ ഔദ്യോഗിക ഫംഗ്ഷൻ്റെ സമാപനത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിയിരിക്കുന്ന ഏവരോടും നന്ദി രേഖപ്പെടുത്തുന്നതിനായി നഴ്സിംഗ് ഡയറക്ടർ ശ്രീമതി ലീമ മാത്യൂസിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ഇന്നത്തെ ചടങ്ങിലെ അധ്യക്ഷൻ, നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ CEO ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻഡ് ഫാദർ ജോൺസൺ വാഴപ്പള്ളി അച്ഛ, ഇന്നത്തെ മുഖ്യ അതിഥിയായ KMRLൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ ലോക്നാഥ് ബെഹ്റ സർ, മെഡിക്കൽ ഡയറക്ടർ, മെഡിക്കൽ സൂപ്രിൻറ്റൻഡൻറ്റ്, ബഹുമാന്യരായ KMRLൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ, ഇവിടെ കൂടിയിരിക്കുന്ന ആദരണീയരായ മറ്റു വൈദികരെ, രാജഗിരി ഹോസ്പിറ്റലിൻ്റെ എംപ്ലോയീസ്, ഇന്ന് മെട്രോ ഫീഡർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദിയുടെ 2 വാക്കുകൾ പറയുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആദ്യമായി തന്നെ രാജഗിരി ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഈ ഫീഡർ സർവീസ് ഒത്തിരി സന്തോഷത്തിന് ഉളവാക്കുന്ന ഒരവസരമാണ്. കാരണം ഇത് ഉപയോഗിക്കാൻ പോകുന്ന ഇവിടെ വന്നു ചേരുന്ന രോഗികൾക്കും അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും, എസ്പെഷ്യലി ഫീമെയിൽ എംപ്ലോയീസിന് ഒത്തിരി ഉപയോഗപ്രദമാകുന്ന ഒരു സംരംഭമാണ് ഇന്നിവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇതിന് ചുക്കാൻ പിടിച്ച് ഇതിവിടെ പ്രാവർത്തികമാക്കാൻ നമുക്ക് ധൈര്യവും മുന്നിൽ നിന്ന് അതിനെ ലീഡ് ചെയ്ത റെവറൻഡ് ഫാദർ ജോൺസൺ വാഴപ്പള്ളി അച്ഛനാണ് ആദ്യമേ ഞങ്ങളുടെ സന്തോഷവും അതുപോലെ ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇത് KMRLൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ബസ് ഇവിടെ കിടക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുകയും നമുക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയും നമുക്ക് നിർദ്ദേശം നൽകുകയും ചെയ്ത ശ്രീ ലോക്നാഥ് ബെഹ്റ സർ, സാറിൻ്റെ ഈ ഒരു ഞങ്ങളോടുള്ള സപ്പോർട്ട് വി വിൽ ഓൾവേസ് റിമെമ്പർ ഇറ്റ്. എന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. എസ്പെഷ്യലി ഇതിൽ യാത്ര ചെയ്യാൻ പോകുന്ന രോഗികളും അതുപോലെ എംപ്ലോയീസും അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതൊരു സന്തോഷത്തിൻ്റെ വാർത്തയാകുന്നത്. സോ സാറിൻ്റെ ഈ സപ്പോർട്ടിനും ഗൈഡൻസിനും സാറിന് ഹൃദയം നിറഞ്ഞ എല്ലാവരുടെയും റെപ്രസെൻറ്റേഷനിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സാറിൻ്റെ ഇടത്തും വലത്തുമായി നിന്ന് ഈ കാര്യം നടത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്ത മറ്റു ഉന്നത ഉദ്യോഗസ്ഥരിവിടെയുണ്ട്. അവർക്കും ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കാളികളാകാൻ എത്തിയതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ആയിരിക്കുന്ന മറ്റു വൈദികർ, നമ്മുടെ രാജഗിരി കമ്മിറ്റി മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഇതുപോലെ ഒരു സക്സസ്ഫുൾ ആക്കിയെടുക്കാനുള്ള ഒരു സംരംഭമായി ഏറ്റെടുത്ത ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. രാജഗിരി എന്നും ഉയർച്ചയുടെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഇനിയും പുരോഗതിയുടെ പടവുകൾ കയറാൻ രാജഗിരിക്ക് എന്നും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മാം. ഫീഡർ ബസിൻ്റെ ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫീഡർ ബസ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട KMRL മാനേജിംഗ് ഡയറക്ടർ ശ്രീ ലോക്നാഥ് ബെഹ്റ സാറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ രാജഗിരി ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEOയുമായ റെസ്പെക്റ്റഡ് ഫാദർ ജോൺസൺ വാഴപ്പള്ളി CMIനെയും, നഴ്സിംഗ് ഡയറക്ടർ ശ്രീമതി ലീമ മാത്യൂസിനെയും, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജി കുരുട്ടുകുളം, മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ സണ്ണി പ്യോറത്തേലിനെയും KMRL ഭാരവാഹികളെയും പ്രത്യേകമായി ക്ഷണിക്കുന്നു.